ചീക്കട്ടിലോ ആമസോൺ പ്രൈം വീഡിയോയിൽ ഡയറക്റ്റ് OTT റിലീസായ പടമാണ്. ശരൺ കോപ്പിസെട്ടി സംവിധാനം ചെയ്ത് ശോഭിത ധൂലിപാല പ്രധാന വേഷത്തിൽ വന്ന ഈ തെലുഗു ക്രൈം ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. രാത്രിയുടെ ഇരുളിൽ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ഒരു സീരിയൽ കില്ലർ, അയാളെ അന്വേഷിച്ചിറങ്ങുന്ന സന്ധ്യ എന്ന ക്രൈം ജേർണലിസ്റ്റിന്റെ കഥയുമാണ് ചീക്കട്ടിലോ എന്ന സിനിമ പറയുന്നത്. ചീക്കട്ടിലോ എന്ന തെലുഗു വാക്കിന്റെ അർത്ഥം തന്നെ ഇരുട്ടിൽ എന്നാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ആവറേജ് ക്രൈം ത്രില്ലർ ആണിത്. പക്ഷെ ബോറടിക്കാതെ നിങ്ങൾക്ക് ഒരു തവണ കണ്ട് നോക്കാവുന്ന ഒരു സിനിമ കൂടിയാണ്. സിനിമയിലെ ആ ഒരു മിസ്റ്ററി തുടക്കം മുതൽ ഒടുക്കം വരെ നിലനിർത്തിയിട്ടുണ്ട്. ഇതിന്റെ ബേസിക് സ്റ്റോറി, ക്ലൈമാക്സിലെ കാര്യങ്ങളൊക്കെ ഫ്രഷ് ഒന്നും അല്ല എങ്കിലും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പടത്തിലെ മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ സന്ധ്യയായിട്ട് വന്ന ശോഭിത ധൂലിപാലയുടെ പ്രകടനമാണ്. വളരെ സട്ടിൽ എക്സ്പ്രഷൻസ് മാത്രമേ പുള്ളിക്കാർ നൽകുന്നുള്ളൂ എങ്കിലും ആ ക്യാരക്ടർ ത്രൂ ഔട്ട് ശോഭിത പിടിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലുള്ള ഒരു ട്രോമ, ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ജീവിതത്തിലുണ്ടായ പല മോശം എക്സ്പീരിയൻസ്, ഇതൊക്കെ കൊണ്ടുള്ള പുള്ളിക്കാരുടെ ഒരു ദേഷ്യം, നിസ്സഹായാവസ്ഥ ഒക്കെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്ന വിധത്തിലാണ് പ്രകടനം നൽകിയിരിക്കുന്നത്. വളരെ അപൂർവമായിട്ട് മാത്രമേ ചിരിക്കുന്നു പോലുള്ളൂ എന്ന് പറയാം. നല്ല പെർഫോമൻസ് ആയിരുന്നു. ബാക്കി ആരുടെയും അങ്ങനെ അതുപോലെ എടുത്ത് പറയത്തക്കതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ തമ്മിൽ അമർ ആയിട്ട് വന്ന വിശ്വദേവ് ഇരച്ചകൊണ്ട, പോലീസുകാരനായിട്ട് വന്ന ചൈതന്യ കൃഷ്ണ, പത്മയായിട്ട് വന്ന പഴയകാല നായിക ആമനി, ഇവരൊക്കെയാണ് ഭേദപ്പെട്ടതായിട്ട് തോന്നിയത്. ആമനിയുടെ കഥാപാത്രം നായികയോട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന് പറയുന്നത് മിക്ക മിഡിൽ ഏജ് സ്ത്രീകൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയേക്കും. മല്ലികാർജുനാണ് ഇതിന്റെ ക്യാമറ, സന്തോഷ് നായിഡുവാണ് എഡിറ്റിംഗ്. വിഷ്വൽസ് ആൻഡ് കട്ട്സ് ഒക്കെ ഓക്കെ ആണ്. ഡാർക്ക് ബ്ലൂയിഷ് കളർ ടോണും പടത്തിന്റെ കൊള്ളാമായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നൈസ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഐഗിരി നന്ദിനി പാട്ട് കേൾക്കാൻ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇഷ്ടമാണ്. ഇതിലും രസം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ഒരു സംശയമാണ്, കഴിഞ്ഞ ദിവസം കണ്ട മർദാനി 3യിലും റാണി മുഖർജി ആക്ഷൻ രംഗത്ത് വന്നപ്പോൾ ഐഗിരി നന്ദിനി സോങ് ആയിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ. അതുപോലെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നായിക ഒരു പടത്തിൽ അടിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഉടനെ ഐഗിരി നന്ദിനി മ്യൂസിക് അവിടെ പ്ലേസ് ചെയ്തിട്ട് അവരെ ഇങ്ങനെ ദേവിയാക്കുന്ന ഒരു സംഭവം പണ്ട് മുതലേ 70കളിലും 80കൾ മുതലുള്ള ഒരു ആചാരമാണിത്. അത് കുറച്ച് ക്ലീഷയായി തുടങ്ങിയിട്ടില്ലേ, ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കാം. അനാവശ്യമായിട്ടുള്ള പാട്ടുകൾ പടത്തിലുണ്ട്, പക്ഷെ മ്യൂസിക്കും BGM ഒക്കെ ഡീസന്റ് ആയിരുന്നു. സംവിധായകൻ ശരൺ കോപ്പിസെട്ടിയും ചന്ദ്രപ്രേമ രാജീവും ചേർന്നാണ് ഇതിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. സ്ഥിരം സീരിയൽ കില്ലർ സിനിമകളുടെ അതേ ഫോമാറ്റാണ് പടം ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് പടത്തിന്റെ ഒരു നെഗറ്റീവാണ്. സോ അങ്ങനെ വലിയൊരു പുതുമയൊന്നും പടത്തിന് ട്രീറ്റ്മെന്റിലോ അല്ലെങ്കിൽ കഥയ്ക്കോ അവകാശപ്പെടാനില്ല. പിന്നെ എന്നെ പോലെ അത്യാവശ്യം ത്രില്ലർ പടങ്ങളെല്ലാം കുത്തിയിരുന്ന് കാണുന്നവർക്ക് ഇതിന്റെ സസ്പെൻസ് ഒക്കെ ഏകദേശം ഈസി ആയിട്ട് ഗസ് ചെയ്യാനൊക്കെ പറ്റും. എനിക്ക് പടത്തിന്റെ ചില ഘട്ടങ്ങളിൽ എത്തിയപ്പോഴത്തേക്കിനും ഇയാളായിരിക്കും എന്ന് തന്നെ തോന്നിയായിരുന്നു. പക്ഷെ ആകെയുള്ള ഒരു സംശയം ഹൈറ്റിന്റെ കാര്യത്തിൽ അങ്ങോട്ട് ഒത്തുപോകുന്നില്ല എന്നുള്ളതായിരുന്നു. സ്റ്റിൽ അയാൾ തന്നെ ആയിരുന്നു. കുറച്ച് ലോജിക്കൽ പ്രശ്നങ്ങളും അവിടെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പടത്തിലെ നായികയുടെ പോഡ്കാസ്റ്റ് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ഒരു സ്റ്റേറ്റിലുള്ള മുഴുവൻ ആൾക്കാരും ഈ പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുകയാണോ. സോ മൊത്തത്തിൽ ഒരു ആവറേജ് വൺ ടൈം വാച്ചബിൾ ത്രില്ലറാണ് ചീക്കട്ടിലോ. പുതുമയുള്ള കഥയോ കാര്യമോ ഒന്നും അല്ല എങ്കിലും ലാഗൊന്നും അടുപ്പിക്കാതെ ചുമ്മാ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു പടമാണ്. സിനിമ നിങ്ങൾക്ക് ആമസോൺ പ്രൈം വീഡിയോയിൽ കാണാം. 2 മണിക്കൂർ 6 മിനിറ്റ് മാത്രം കണ്ടുള്ളൂ ഇതിന്റെ ദൈർഘ്യം. തെലുഗു ആണ് ഒറിജിനൽ ലാംഗ്വേജ്. തമിഴ് ഡബിംഗ് അവൈലബിൾ ആണ്, മലയാളം ഡബിംഗ് ഇല്ല. 18+ അല്ല, പക്ഷേ ഇതിന്റെ ഒരു പ്രമേയം കൊണ്ട് ക്രൈം ത്രില്ലർ ആയതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.